ഹലോ എലഗൻ സ്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ്. ഇവിടെ സ്പാൻ ആർക്കിടെക്ട് കംപ്ലീറ്റ് ആക്കിയ ഒരു പ്രൊജക്ട് കണ്ടാലോ. 16 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടി കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. കൂടുതൽ ഡീറ്റെയിൽസ് എഞ്ചിനീയറോട് ചോദിച്ചറിയാം. സോ ഇതാണ് നമ്മുടെ എഞ്ചിനീയർ. അപ്പോൾ സാറിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ്, ഞാൻ മുഹമ്മദ് ബഷീർ ഫ്രം സ്പാൻ ആർക്കിടെക്ചർ. നമ്മൾ റീസെൻ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണിത്. 16 സെൻറ്റാണ് പ്ലോട്ട് ഏരിയ വരുന്നത്. അതിൽ 2600 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഏരിയ വരുന്നത്. അതിൽ താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും പിന്നെ ഒരു ബാൽക്കണി, പിന്നെ താഴെ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെയാണ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലയന്റിന്റെ മെയിൻ റിക്വയർമെന്റ് എന്തായിരുന്നു? അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞത് അതിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടുതൽ എമൗണ്ട് വരാത്ത രീതിയിൽ ഇൻറ്റീരിയറൊക്കെ വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമാണ് ഒന്ന് നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയുള്ള ബെഡ്റൂം. പിന്നെ എല്ലാം കിച്ചണും എല്ലാം മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ബഡ്ജറ്റ് ആണ് അവർ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ വീട് പുതിയത് എടുക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. അപ്പം ആദ്യത്തെ വീട് പറഞ്ഞാൽ ചെറിയ ചെറിയ ബെഡ്റൂമും അങ്ങനെയൊക്കെ ആയിരുന്നു, കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മൊത്തം പൊളിച്ചിട്ട് പുതിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട്, സൈറ്റ് നല്ല ഹൈറ്റിലുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ കുറച്ച് ഡൗൺ ആക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്യുക, എന്തായാലും വർക്ക് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഉഷാറായിട്ട് ഫ്യൂച്ചർ കണ്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് റിനോവേഷൻ റിമൂവ് ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായി, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായും ചെയ്തു. മറ്റേത് റിനോവേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ചിലവാണ്, അങ്ങനെ ചെയ്യുമ്പോൾ പോകും. അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിലുള്ള നമുക്ക് പ്രൊജക്റ്റ് കണ്ടാലും അറിയാമല്ലോ എത്ര എമൗണ്ട് അതിൽ പോകുന്നു, അതേപോലെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ഈ ഒരു നിലവിൽ പഴയ വീടിന് അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പൊളിച്ച് ഡിമോളിഷ് ചെയ്തിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്തു, പെട്ടെന്ന് വർക്ക് ഫിനിഷായി. നിങ്ങളൊരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ സർവീസാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? എത്ര ടൈം ഡ്യൂറേഷൻ കൊണ്ട് ഒരു വീട് പണി കഴിച്ചു കൊടുക്കും? നോർമൽ പ്ലോട്ടിൽ ഉള്ളൊരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് നമുക്ക് ഫ്ലോറിങ് വരെയുള്ള പ്രൊജക്റ്റുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, വൈറ്റ് പ്രൈമർ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ടൈൽ വർക്ക് ഉണ്ടല്ലോ, ആ വർക്ക് വരെ എത്തിക്കാൻ പറ്റും. പിന്നെ അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളൂ. പിന്നെ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തായാലും ഫിനിഷ് ചെയ്യാം. ഫ്ലോറിങ്ങിന് ശേഷം പിന്നെ ഇൻറ്റീരിയർ വർക്ക്സ് ആണല്ലോ പിന്നെ അതിൽ ചെയ്യാനുള്ളത്, പിന്നെ ഫിനിഷിങ് വർക്ക്സ്. അപ്പം അത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഫിനിഷിങ് ചെയ്യാൻ ഒരു മാക്സിമം 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ? നമ്മൾ 11 വർഷത്തോളം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും കോൺഫിഡൻസ് ഉണ്ട് ഈ പ്രൊജക്റ്റ് നമ്മൾ തന്നാലും അത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ലേബേഴ്സും അതേപോലെ ബാക്കിയുള്ള എല്ലാ പൊട്ടൻഷ്യലും നമുക്കിപ്പോൾ നിലവിലുണ്ട്.
അപ്പോൾ 100% നമുക്ക് ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് എന്തായാലും. അത് നമ്മൾ കഴിഞ്ഞ പ്രൊജക്റ്റുകൾ ഫുൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് അവരിൽ നിന്ന് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അതന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്.